അടുത്ത അഭിൻ വർക്കി, ഈ സംസ്ഥാന സർക്കാരുകൾക്ക് മുന്നിൽ അങ്ങനെ ഒരു പദ്ധതി, ഇപ്പം വിദ്യാഭ്യാസം അടക്കമുള്ള കാര്യങ്ങളിൽ രാജ്യത്തെ വിവിധ സംസ്ഥാനങ്ങളിലെ വിദ്യാർത്ഥികളെ വേർതിരിച്ച് കാണുകയൊന്നും കേന്ദ്ര സർക്കാരിന് മുന്നിൽ സാധ്യമല്ല ധാർമ്മികമായിട്ടെങ്കിലും. അപ്പൊ ഞങ്ങൾ വെക്കുന്ന ഉപാധി വെച്ചാൽ ശരി, ഇപ്പൊ അധ്യാപക പരിശീലനം ഉപാധിയാണ്, അംഗീകരിക്കണം, കാരണം അത് മുന്നോട്ട് പോക്കിനുള്ളതാണ്. പക്ഷെ ഫണ്ട് അല്ലെങ്കിൽ ഫോട്ടോ വെക്കൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉപാധി എന്ന് പറയുന്നത് അത് നിർബന്ധിതമാണ് എന്ന് വിചാരിക്കാൻ കഴിയില്ല. അത്തരത്തിലുള്ള ഉപാധികൾ വെച്ചാൽ മാത്രമേ, ഫോട്ടോയും അതിനൊപ്പം മറ്റ് വിവരണങ്ങളും ചേർത്താൽ മാത്രമേ പദ്ധതിയിലെ ഫണ്ട് കൊടുക്കാൻ കഴിയൂ എന്ന് പറയുന്നത്, അത് അംഗീകരിക്കപ്പെടുക എന്ന് പറയുന്നത് ഒരുപക്ഷെ രാഷ്ട്രീയ ബോധ്യമുള്ളവർ ചോദ്യം ചെയ്യും എന്നുള്ളത് തന്നെയാണ്. സംസ്ഥാന സർക്കാരുകൾക്ക് അങ്ങനെ മുന്നിൽ അങ്ങനെ ഉപാധി വെക്കുന്നത്, ഈ പറയുന്ന PM ശ്രീ പദ്ധതിയിലേക്ക് സർക്കാർ പോകുന്നത് 2 വർഷം താമസിച്ചത്, ഇതൊക്കെ സംബന്ധിച്ചുള്ള കോൺഗ്രസിന്റെ അഭിപ്രായം എന്താണ്? അല്ല, ഈ വിഷയത്തിൽ ഇപ്പോൾ PM ശ്രീ പദ്ധതി തന്നെ വരുന്ന ഒരു ദേശീയ വിദ്യാഭ്യാസ നയത്തിൻ്റെ ആലോചനയുടെ ഭാഗമായിട്ടാണ്. ദേശീയ വിദ്യാഭ്യാസ നയം 2020 ഇവിടെ ഉണ്ടാക്കുമ്പോൾ അല്ലെങ്കിൽ പുനർക്രമീകരിക്കുമ്പോൾ അതിനകത്ത് കാതലായ വലിയ മാറ്റങ്ങളുണ്ട്. അപ്പോൾ ദേശീയ വിദ്യാഭ്യാസ നയത്തെ അന്ന് തന്നെ എതിർത്ത സമീപനമാണ് കോൺഗ്രസ് എടുത്തത്. അതിന് പ്രധാനപ്പെട്ട കാരണം 3 കാരണങ്ങളായിരുന്നു. ഒന്ന്, അത് കേന്ദ്രീകൃതമായ ഒരു വിദ്യാഭ്യാസ നയമാണ്. അത് സംസ്ഥാനങ്ങൾക്ക്, ഇപ്പോൾ കൺകറൻറ്റ് ലിസ്റ്റിലാണ് വിദ്യാഭ്യാസം എന്ന് പറയുമ്പോൾ അതിനകത്ത് സംസ്ഥാനത്ത് സിലബസ് അടക്കമുള്ള കാര്യങ്ങളിൽ സംസ്ഥാന ഗവൺമെൻറ്റിന് എപ്പോഴും ഒരു അധികാരപരിധി ഉണ്ടായിരുന്നു. പക്ഷേ അതൊക്കെ മാറ്റിക്കൊണ്ട് കേന്ദ്രീകൃതമായൊരു സമീപനമാണ് ഈ വിദ്യാഭ്യാസ നയത്തിൽ ഉണ്ടാകുന്നതെന്നുള്ളതായിരുന്നു ആദ്യത്തെ ഞങ്ങളുടെ ആശങ്ക. 2, ഇത് വലിയ കച്ചവടവൽക്കരണത്തിന് ഇരയാക്കപ്പെടും എന്നുള്ള ഒരു ആശങ്ക ഞങ്ങൾക്കുണ്ടായിരുന്നു. അത് വലിയ രീതിയിലുള്ള കൊമേഴ്ഷ്യലൈസേഷൻ ഉണ്ടാക്കും. കാരണം കഴിഞ്ഞ 10 കൊല്ലത്തിനുള്ളിൽ തന്നെ ഏതാണ്ട് 90,000 ഗവൺമെൻറ് സ്കൂളുകൾ പൂട്ടിയെടുത്ത് 90,000 ഗവൺമെൻറ് സ്കൂളുകൾ പൂട്ടുകയും അതിന് കൂടുതൽ തന്നെ പ്രൈവറ്റ് സ്കൂളുകൾ തുടങ്ങുകയും ചെയ്തു എന്നുള്ള കണക്കുകൾ നമ്മുടെ മുമ്പിലുള്ളതാണ്. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ അതൊരു കച്ചവടവൽക്കരണ നയങ്ങളുണ്ട്. 3, അതിൽ ഏറ്റവും സുപ്രധാനമായത് അതിലൊരു വർഗീയത കുത്തി നിറയ്ക്കാനും ചരിത്രത്തെ വളച്ചൊടിക്കാനും ശ്രമിച്ചു എന്നുള്ളതാണ്. ഇവിടെ വർഗീയത എങ്ങനെയാണ് കുത്തി നിറച്ചതെന്നുള്ളത് നമ്മൾ പല സിലബസുകളിൽ നിന്നുകൂടെ കണ്ടതാണ്. മഹാത്മാഗാന്ധിയെക്കുറിച്ചുള്ള ചരിത്രം എങ്ങനെയാണ് വളച്ചൊടിച്ചതെന്നുള്ളത് നമ്മൾ കണ്ടതാണ്. മുഗൾ രാജാക്കന്മാരുടെ ചരിത്രം എങ്ങനെയാണ് വളച്ചൊടിച്ചതെന്ന് നമ്മൾ കണ്ടിട്ടതാണ്. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ ദേശീയ വിദ്യാഭ്യാസ നയത്തെ തുറന്ന് എതിർക്കുന്ന ഒരു സമീപനമാണ് കോൺഗ്രസ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു ഉൽപ്പന്നമാണ് ശരിക്കും PM ശ്രീ പദ്ധതി എന്ന് പറയുന്നത്. ഈ PM ശ്രീയിൽ നിലവിലത്തെ പ്രശ്നം എന്താണ്? ഈ PM ശ്രീ പദ്ധതി ഇവിടെ MOU സൈൻ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ SSA വഴി നമുക്ക് ലഭിക്കേണ്ട ഫണ്ടുകൾ ലഭിക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതാണ് പല സംസ്ഥാന സർക്കാരുകളെയും ഈ പ്രഷറിലേക്ക് നയിക്കപ്പെടുന്നത് എന്നുള്ളതാണ് ഞാൻ വിചാരിക്കുന്നത്. പക്ഷേ ഈ PM ശ്രീ പദ്ധതി വഴി നമ്മളിവിടെ നടപ്പിലാക്കുമ്പോൾ ഈ ദേശീയ വിദ്യാഭ്യാസ നയം കേരളം നടപ്പിലാക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് വളരെ വ്യക്തമായി ഇവിടെ പറയേണ്ടത്. കാരണം ദേശീയ വിദ്യാഭ്യാസ നയം നടപ്പിലാക്കിയാൽ നമ്മുടെ സിലബസിലുള്ള നമ്മുടെ അധികാരപരിധി നഷ്ടമാകും. എന്ന് പറഞ്ഞാൽ മഹാത്മാഗാന്ധിയെ രക്തസാക്ഷിയാണോ അതെയോ മഹാത്മാഗാന്ധി വണ്ടിയിടിച്ച് മരിച്ചതാണോ എന്നുള്ള ചരിത്ര വളച്ചൊടിക്കൽ ഈ PM ശ്രീ അല്ലെങ്കിൽ ഈ ദേശീയ വിദ്യാഭ്യാസ നയം വഴി വന്നാൽ അത് കേരളത്തിൽ നടപ്പിലാക്കേണ്ടി വരും. 2, ഇവിടെ കേരളം എപ്പോഴും പറയുന്നതാണ് ഫെഡറലിസത്തിൻ്റെ നേരെയുള്ള കടന്നുകയറ്റമാണ് എന്ന് പറഞ്ഞ് കോടതിയിൽ പോയതാണ്. അപ്പോൾ നമ്മൾ ഈ ഫെഡറലിസത്തിന് നേരെയുള്ള കടന്നുകയറ്റമായിട്ടാണ് നമ്മൾ ദേശീയ വിദ്യാഭ്യാസ നയത്തെ കാണുന്നത്. ഇപ്പോൾ ശ്രീമതി സോണിയാഗാന്ധി, ബഹുമാനപ്പെട്ട കോൺഗ്രസിൻ്റെ മുൻ പ്രസിഡന്റ്, അദ്ദേഹം ഒരു ആർട്ടിക്കിൾ എഴുതിയപ്പോൾ അവരേറ്റവും ഊന്നി പറഞ്ഞതും ഈ ഫെഡറലിസത്തെ പറ്റി തന്നെയാണ്. ഇപ്പോൾ 2025 മാർച്ച് മാസത്തിൽ നടന്ന ഇതിൻ്റെ യോഗത്തിൽ അന്ന് ദിഗ്വിജയ് സിംഗ് ആണ് പങ്കെടുത്തത്. അദ്ദേഹം പറയുന്നത് കേരളം ഉൾപ്പെടെയുള്ള, തമിഴ്നാട് ഉൾപ്പെടെയുള്ള, വെസ്റ്റ് ബംഗാൾ ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ ഈ PM ശ്രീ പദ്ധതി വഴി MOU സൈൻ ചെയ്തിട്ടില്ല എന്നതുകൊണ്ട് അവരുടെ SSA ഫണ്ട് തടഞ്ഞു വെക്കരുത് എന്നുള്ള കൃത്യമായ നയമാണ് നമ്മൾ അന്നെടുത്തത്. അപ്പോൾ നമ്മൾ ഇവിടെ വ്യക്തമാക്കേണ്ടത് PM ശ്രീ പദ്ധതി വഴി നമ്മളത് MOU സൈൻ ചെയ്തു. MOU സൈൻ ചെയ്ത് കുറച്ച് 2 കൊല്ലമായി നമുക്ക് MOU സൈൻ ചെയ്യാനുള്ള അവസരം ഉണ്ടായിട്ട് നമ്മൾ അത് നഷ്ടപ്പെടുത്തിക്കൊണ്ട് ഒരു എതിർപ്പ് രേഖപ്പെടുത്തി MOU സൈൻ ചെയ്തു. ഡൽഹിയിലടക്കം ഒരു എതിരഭിപ്രായം ഉള്ളത് കൊണ്ടായിരിക്കുമല്ലോ ഈ കാലതാമസം ഉണ്ടായിട്ടുണ്ടാവുക. ആ എതിരഭിപ്രായം മാറാനുള്ള സാഹചര്യം പണം എന്നത് മാത്രമാകുന്നത് എങ്ങനെയാണ് സംസ്ഥാന സർക്കാർ? അല്ല, പണം എന്നുള്ളതല്ല. അതിപ്പോൾ കഴിഞ്ഞ 2 ആഴ്ച മുമ്പാണ് ബഹുമാനപ്പെട്ട ശ്രീ പിണറായി വിജയൻ അദ്ദേഹം കേന്ദ്ര സർക്കാർ ശ്രീ അമിത്ഷായുമായിട്ട് ചർച്ച നടത്തിയത്. അല്ലെങ്കിൽ തന്നെ ഈ വിഷയങ്ങളിലൊക്കെ ഇപ്പോൾ BJP സ്വീകരിക്കുന്ന വിഷയങ്ങളിലൊക്കെ തന്നെ CPM-നുള്ള ഒരു സോഫ്റ്റ് കോർണറും അതുപോലെ തന്നെ CPM സ്വീകരിക്കുന്ന നയങ്ങളിലൊക്കെ BJP-യുടെ ഒരു സോഫ്റ്റ്നെസ്സും ഒക്കെ കേരളം കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ PM ശ്രീ പദ്ധതി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ BJP-യും RSSും നടപ്പിലാക്കുന്ന ഒരു പദ്ധതിയാണ്. അപ്പോൾ ശ്രീ പിണറായി വിജയൻ്റെ ഇന്നത്തെ നയപ്രകാരം ആ പദ്ധതിയെ എതിർക്കേണ്ട കാര്യമൊന്നുമില്ല. കാരണം അദ്ദേഹവും ഒക്കെ ആ ഒരു നയവുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾക്കറിയേണ്ടത്, ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്ന ASF ഉൾപ്പെടെയുള്ള വിദ്യാർത്ഥി സംഘടനകളും ചോദിക്കുന്ന പ്രധാനപ്പെട്ട പ്രശ്നം ഇതാണ്. നമ്മൾ ദേശീയ വിദ്യാഭ്യാസ പദ്ധതി ഇവിടെ നടപ്പിലാക്കുമോ?
ദേശീയ വിദ്യാഭ്യാസ പദ്ധതി കേന്ദ്രം എങ്ങനെയാണോ ആവിഷ്കരിച്ചത് അതിവിടെ നടപ്പിലാക്കാൻ തയ്യാറാകുമോ? അതിൽ ഈ PM-ശ്രീ പദ്ധതിയിൽ ഒപ്പിടുന്നതിന് മുമ്പ് എന്തുകൊണ്ടാണ് സംസ്ഥാനത്തെ വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളുടെയും രാഷ്ട്രീയ പാർട്ടികളുടെയും ഒരു യോഗം കൂടി അവരുടെ അഭിപ്രായം കൂടി കേൾക്കാത്തത്? നമ്മൾ കേന്ദ്ര സർക്കാരിനെതിരെ അന്ന് കേരളം ഉൾപ്പെടെ പറഞ്ഞ കാര്യമാണ് ഞങ്ങളുടെ ഒന്നും അഭിപ്രായം ചോദിച്ചിട്ടില്ല എന്നുള്ളത്. അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ടാണ് സംസ്ഥാന സർക്കാർ ഇതുപോലെ കാതലമായ ഒരു നയമെടുക്കുമ്പോൾ ആ നയത്തിൽ ഒരു അഭിപ്രായ രൂപീകരണം ഉണ്ടാക്കാത്തത് എന്താണ്? അപ്പോൾ ആ ദേശീയ വിദ്യാഭ്യാസ നയത്തിൻ്റെ അഭിപ്രായത്തിലാണ് ഞങ്ങളൊക്കെ കാത്തിരിക്കുന്നത്. ആ വിദ്യാഭ്യാസ നയം അങ്ങനെ തന്നെ നടപ്പിലാക്കാനാണ് CPM ആഗ്രഹിക്കുന്നതെന്നുണ്ടെങ്കിൽ CPI ഞങ്ങളോടൊപ്പം തന്നെ CPI നിൽക്കുമെങ്കിൽ CPIയോടൊപ്പം ഞങ്ങളും ആ നയത്തിനെതിരെയുള്ള സമരത്തിൽ നിൽക്കാൻ തയ്യാറാണ്. ശരി.